ഒരു ആണും പെണ്ണും ഒറ്റക്കാകരുത്. അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. അത് ഫിസിക്കലി മാത്രല്ല, വാട്സപ്പിൽ ഒറ്റക്കാകാൻ പാടില്ല, ചാറ്റ് പാടില്ല, ഓൺലൈൻ കോള് പാടില്ല. ഓഫ്ലൈനിൽ മാത്രമല്ല, ഓൺലൈനിലും അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുന്ന ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ അള്ളാന്റെ റസൂൽ വിരോധിച്ചിട്ടുണ്ട്. കാരണം അവിടെ മൂന്നാമത് പിശാചാണ് വരിക, തോന്നിവാസങ്ങളാണ് പറയാ അല്ലേ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറഞ്ഞത്, വ്യഭിചാരത്തെ സമീപിക്കരുതെന്നാണ്. കാരണം ഏത് മുത്തക്കിയും വ്യഭിചരിക്കും, ഏത് മുത്തക്കിയും സമീപിച്ചാൽ വ്യഭിചരിക്കും. അങ്ങനെയാണ് മനുഷ്യപ്രകൃതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലാ തഖറബുസ്സിന, ഈ എന്താണ് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളെയും ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയത് അതുകൊണ്ടാണ് അല്ലേ. അന്യ സ്ത്രീകൾ ടൂറിന് പോവുക, അങ്ങോട്ട് പോവുക, തോന്നിയാസം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ക്ലാസ് കഴിഞ്ഞ ഒരു ആൺകുട്ടി എന്നോട് വന്നിട്ട് വരാം, എന്താ സാറേ ഭയങ്കര പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ പെൺകുട്ടികളെ ഒന്ന് മടിയിലിരിക്കുന്നതാണ്. പെൺകുട്ടികൾ വന്ന് ആൺകുട്ടികളെ മടിയിലിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആൺകുട്ടികളെ മടിയിൽ തന്നെ ഇരിക്കാൻ നമുക്ക് ഇടങ്ങാറാണ്. അത് കണ്ടാൽ തന്നെ ഇടങ്ങാറാണ് നമുക്ക്. എന്നിട്ട് ആൺകുട്ടികളെ മടിയിൽ പെൺകുട്ടികൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർജറി ചെയ്തിട്ട് ഒരു രോഗിനെ കിടത്തിയേക്കാണ്. അപ്പോൾ ഓനെ കാണാൻ ഓൻ്റെ ഫ്രണ്ട്സ് വന്നിക്കാണ്, എല്ലാവരും കൂടി വന്നിക്കാണ്. ആണും പെണ്ണൊക്കെ ഓനെ വിസിറ്റ് ചെയ്യാൻ വന്നിക്കാണ്. ഓൻ്റെ അമ്മ പറയാണ്, പടച്ചോനെ റബ്ബച്ച് ബെയ്ജട്ടോടെ നിൽക്കാണ്. കാരണം പെൺകുട്ടികൾ വന്ന് ഓനെ ചാരി മുട്ടി നിൽക്കാണ് ഓൻ്റെ അമ്മാന്റെ മുമ്പിൽ നിന്ന്. അത് കണ്ട് നോർമലൈസ് ചെയ്യപ്പെടുന്നു. കുഴപ്പമില്ലാന്ന്, മറ്റേതൊന്നുമില്ലല്ലോ, മറ്റതില്ലാന്ന്. പാടില്ല സഹോദരങ്ങളെ, പാടില്ല. അന്യ സ്ത്രീയുമായിട്ട് ഇടപെടാൻ പരിധികളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് വഴിവിട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സകല തോന്നിയാസങ്ങളും ഈ കുടുംബ സംവിധാനത്തിലേക്ക് കയറി വന്നത്.